ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. നമ്മൾ ഇന്ന് ഈ ഒരു പോസ്റ്ററാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അവിടെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ പ്ലസ് ഐക്കണിൽ പോയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സൈസിലുള്ള ഒരു പേജ് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അപ്ലോഡിൽ പോയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവന്നു. അതിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളൊരു പൊളാറോയിഡ് ലുക്കിലാണ്. അതിൻ്റെ ബാക്ക് പോർഷൻ, അതായത് ആ ഒരു ഫുൾ പേജ് ഞാൻ ബ്ലാക്ക് കളറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഫോട്ടോയിൽ ഞാൻ ഈ ഒരു രൂപത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ബ്ലാക്ക് ആക്കാമെന്ന് അറിയില്ലേ, നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ കുപ്പി ഇവിടെ കൊണ്ടുവന്നു. അതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു അടിയിലത്തെ പോർഷൻ, കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്ന പോർഷൻ ഉണ്ട്, അതൊന്ന് എന്ത് ചെയ്തെടുക്കണം, ഒന്ന് ഇറേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാജിക് മീഡിയയിൽ പോയിട്ട്, മാജിക് സ്റ്റുഡിയോയിൽ പോയിട്ട് അതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഒന്ന് ഇറേസ് ചെയ്തെടുത്തു. ശേഷം ഞാൻ ആ ബോട്ടിനെ ഇവിടെ കൊണ്ടുവന്നു. എലമെൻറ്റ്സിൽ പോയിട്ട് ഷാഡോ എടുത്തു. എന്നിട്ട് ഈ ഒരു ഷാഡോ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി അതിന് ശേഷം അതിൻ്റെ ആ ലിവർപൂൾ എന്നുള്ള അതിൻ്റെ പേര് ശരിക്ക് പോൺസ് എന്നാണ്. അപ്പോൾ ലിവർപൂൾ എന്ന ജസ്റ്റ് ഉണ്ട്, അത് മായ്ച്ച് കളയണം. അതും നമ്മൾ മാജിക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇവിടെ ഇറേസിൽ പോയിട്ട് ബ്രഷ് ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് ഞാൻ മായ്ച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനവിടെ മായ്ച്ചെടുത്തു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നുകൂടി മായ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എലമെൻറ്റ്സിൽ പോയിട്ട് വൈറ്റ് സ്മോക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ആദ്യം വരുന്ന ആ ഒരു എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ നമ്മൾ മായ്ച്ചില്ല, അതിവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം. അത് ആ ഒരു അവിടെ കിടക്കുന്ന ആ ഒരു ബോർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനതിന് എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ ഒരു ലെവലിൽ അതിനെ ഫ്ലിപ്പ് ചെയ്തു. എന്നിട്ട് ഞാനതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂടി ഞാൻ കൂട്ടി കൊടുത്തു. ഓക്കെ, അതിനെ ഈ ഒരു ലെവലിൽ ആക്കി. ഇനി അടുത്തതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം കൊണ്ടുവന്ന് വെച്ചതിന് ഞാനൊന്ന് അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ ഇന്നലെ വിട്ട ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പോൺസ് എന്ന് കൊടുത്തു. നമ്മൾ ഏത് ടെക്സ്റ്റാണോ അത് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനെ വൈറ്റ് കളറിലാക്കി കൊടുക്കുക. അതിനെ ക്യാപിറ്റലാക്കി കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ അവിടെയും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ടെക്സ്റ്റിനെ നമ്മൾ ടൈപ്പ് ക്രാഫ്റ്റ് എന്ന ആപ്പിൽ പോയിട്ട് ഷാഡോ ആക്കി മാറ്റിയെടുക്കുക കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് കണ്ടിട്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ആദ്യം ചെയ്ത പേജിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൊടുത്തിട്ട് അതിനെ അതിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. സംശയം എന്തെങ്കിലും എന്നോട് ചോദിക്കണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റത്തെ ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്നും അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ചിലപ്പോൾ ഞാനത് പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അത് പറയുക. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കി തരും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.